സ്വർണ്ണക്കൊള്ളയിൽ നമ്പർ 10 പിടിയിലാകുന്നത് എൻ വിജയകുമാർ. ഹൈക്കോടതി കഴിഞ്ഞ സിറ്റിംഗിൽ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് പത്മകുമാർ പ്രതിയാണെങ്കിൽ അന്ന് ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങൾ കൂടിയുണ്ടല്ലോ അവർ പ്രതിയാകാത്തതെന്ന്. പത്മകുമാറിനെ പാടെ പ്രതിരോധത്തിലാക്കുന്നതാണ് വിജയകുമാർ SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. എന്താണ് വിജയകുമാറിന്റെ മൊഴി? നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. താൻ കേസിൽ നിരപരാധിയാണെന്നാണ് വിജയകുമാർ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ തനിക്കൊരു പങ്കേയില്ല എന്നാണ് വിജയകുമാറിന്റെ പക്ഷം. ഈ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന A പത്മകുമാറിനായിരുന്നു സന്നിധാനത്ത് ശബരിമലയിൽ അപ്രമാദിത്വം. സഖാവായ പത്മകുമാറാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. താൻ അതനുസരിക്കുക മാത്രമാണ് ചെയ്തത്. ശബരിമലയിലെ പാളികൾ പുതുക്കാൻ കൊണ്ടുപോകുന്നത് സഖാവ് പത്മകുമാർ പറഞ്ഞിട്ടെന്നാണ് ഇപ്പോൾ വിജയകുമാർ നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം ഈ സ്വർണ്ണ ഉരുപ്പടികൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച മിനിറ്റ്സിൽ വായിച്ചു പോലും നോക്കാതെ താൻ ഒപ്പിടുകയായിരുന്നു. അത്രയും വിശ്വാസം തനിക്ക് പത്മകുമാറിലുണ്ട്. അതാണ് മൊഴി. ഇതിനു മുൻപ് 2 തവണ മൊഴിയെടുത്തിരുന്നു വിജയകുമാറിന്റെ. ആ 2 തവണയും ഇതേ മൊഴി തന്നെയാണ് വിജയകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്. അതായത് എല്ലാം പത്മകുമാറിന്റെ പ്ലാൻ ആണെന്ന്.